മക്കയെ തന്നെ സ്വഹാബികളെ തന്നെ തീരാ ദുഃഖത്തിലാത്തിയ സംഭവം ഉണ്ടാകുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ 6ാമത്തെ വയസ്സിലാണ് ഹിജ്റ നബുവത്തിന്റെ 10ാമത്തെ വർഷത്തിലാണ് ആ ദുഃഖവാർത്ത സ്വഹാബികളും വഹാബികൾ കേൾക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കവിളിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത് സ്വഹാബികൾ കാണുന്നത് ഒന്നുമല്ല, റസൂലുള്ളാഹിക്ക് പിതാവ് ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു പോയ, 6ാം വയസ്സിൽ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയ, 8ാം വയസ്സിൽ സംരക്ഷകനായിരുന്ന പിതാമഹനെ അള്ളാഹു തിരിച്ചു വിളിച്ചു. ഈ വേദനകളെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് മറന്നുപോയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 25ാമത്തെ വയസ്സിലേക്ക് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. അള്ളാഹുവിന്റെ ഹബീബിന് കേവലം ഒരു ഭാര്യയുടെ റോള് മാത്രമായിരുന്നില്ല ഖദീജ ബീവി നിർവഹിച്ചത്, എല്ലാമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയപ്പോൾ അതിശക്തമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ പുണ്യനബി കഴിഞ്ഞുകൂടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് ഏറെ സംരക്ഷണം കൊടുത്ത് നിലകൊണ്ടത്, അള്ളാഹുവിന്റെ ഹബീബിന് എല്ലാ താങ്ങും കൊടുത്തത്, പിന്തുണയും കൊടുത്തത് ഖദീജ ബീവിയായിരുന്നു. എന്തിനേറെ എപ്പോഴും സഹായത്തിനായി ഓടിവരും. പുണ്യനബിക്ക് പിന്തുണ, അങ്ങാടിയിൽ നിന്ന് ചീത്ത വിളിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തിനേറെ സുഖത്തിൽ മാത്രം ജീവിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അകത്തളങ്ങൾ പ്രശ്നകലുഷിതമാവുകയാണ്. പക്ഷേ തന്റെ ഭർത്താവിനെതിരെ ഒരക്ഷരം പോലും ഒഴിയാടില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന് എപ്പോഴും പിന്തുണയായി നിലകൊണ്ടു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മക്ക ഇപ്പോഴും പോയാൽ, മക്കത്ത് പോയാൽ ഇപ്പോഴും കാണാൻ കഴിയുന്ന ഒരു താഴ്വരയുണ്ട് എന്റെ പ്രിയമുള്ളവരെ മക്കത്ത്. ആ താഴ്വരക്ക് ഷേഖ് അബീ താലിബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ കഴിയില്ല, ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല. മക്കയിലെ മുഴുവൻ കുന്നുകളും പൊളിച്ച് അടിച്ചു നിരപ്പാക്കിയാലും ഷേഖ് അബീ താലിബിനെ മണൽത്തരികൾക്ക് വേദനകളുടെ ചരിത്രം പറയാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബികളെയും 3 കൊല്ലത്തോളം റസൂലുള്ളാഹിനെയും കുടുംബത്തെയും ശത്രുക്കൾ പട്ടിണി കിട്ടത് അവിടെയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്ന് ശീലമില്ലാത്ത, പരിചയമില്ലാത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖദീജ, പൊന്നുമക്കളെ കൂട്ടിയിട്ട് എന്റെ ഖദീജ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഖദീജ കുടുംബത്തിലേക്ക് പോയിക്കോളൂ, അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമുണ്ടാവുകയില്ലല്ലോ. ഖദീജ എന്ന് പറഞ്ഞപ്പോൾ 2 കണ്ണിലും വെള്ളം നിറച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, അത് മാത്രം എന്നോട് പറയരുത്. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വെള്ളമില്ലേ? ആയിഷക്ക് വെള്ളം വേണ്ട. അങ്ങേക്ക് കിടന്നുറങ്ങാൻ ഇടമില്ലേ? ആയിഷക്ക് കിടന്നുറങ്ങാൻ ഇടം വേണ്ട. യാ റസൂലല്ലാഹ്, അങ്ങ് പട്ടിണി കിടന്നിട്ട് ഖദീജ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയോ നബിയേ? അതുകൊണ്ട് അങ്ങ് എന്നോട് പറയരുതെന്ന് പറഞ്ഞു പുണ്യ നബിയോട് കൂടെ അവിടെ കഴിഞ്ഞുകൂടി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉപരോധം കഴിഞ്ഞപ്പോഴേക്ക് പട്ടിണി കിടന്ന ഖദീജ ബീവി അവശയായി പോയിട്ടുണ്ടായിരുന്നു. ഖദീജ ബീവി രോഗിയായി കിടന്നു. ആ രോഗത്തിലാ ഖദീജ ബീവി വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ വിഷമിച്ചു പോയ ഘട്ടമായിരുന്നു അത്. അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നത് സ്വഹാബികൾ കണ്ടു. സ്വഹാബകൾ മുഴുവൻ കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബ് ഏറെ ദുഃഖിതനാണ്. സ്വഹാബികൾക്ക് റസൂലുള്ളാഹിനെ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുളിപ്പിച്ചു, കഫം ചെയ്തു. ഖദീജ ബീവിയുടെ വസിയത്തുണ്ടായിരുന്നു പുണ്യ നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ മരിച്ചാൽ എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങാവണം. നബിയേ, ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ മണവാട്ടിയായി ഭാര്യയായി കടന്നു വരുമ്പോൾ എന്നെ കുളിപ്പിച്ചത് എന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാണ്. എന്നാൽ യാ റസൂലല്ലാഹ്, ഖബറിലേക്കുള്ള മണവാട്ടിയായി ഞാൻ പോകുമ്പോൾ എന്നെ കുളിപ്പിക്കേണ്ടത് അങ്ങാണ്. നബിയേ, ഞാൻ അങ്ങയുടെ ഭാര്യയായി വരുന്ന ദിവസം എന്നെ മാറ്റിച്ചു തന്നത് എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണ്. യാ റസൂലല്ലാഹ്, ഖബറിലേക്ക് പോകുന്ന ദിവസം എനിക്ക് വസ്ത്രം കൊടുത്തു തരേണ്ടത്, എന്നെ കഫൻ ചെയ്യേണ്ടത് അങ്ങാണ് നബിയേ. ഖദീജ ബീവിയുടെ വസിയത്ത്, യാ റസൂലല്ലാഹ്, എന്നെ ചുമന്നു കൊണ്ടുപോകുന്ന കൂട്ടത്തിലൊന്നുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാം നിർവഹിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് താഴ്ത്തി
വെക്കുകയാണ്. ആരാ ഖബറിലിറങ്ങിയത്? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ ഇറങ്ങി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുനീരുറ്റി വീഴുന്നുണ്ട്. ഖബറിലേക്ക് സ്വഹാബികൾ നോക്കി നിൽക്കുകയാണ്. കൂടി നിന്നവർ മുഴുവൻ കരഞ്ഞുപോയി. ഖബറടക്കം കഴിഞ്ഞു. റസൂലുള്ളാഹി തിരിച്ചു വന്നു. വീട്ടിൽ കുഞ്ഞുമക്കൾ ഒറ്റക്കാൻ. ഫാത്തിമ ബീവിയും ഉമ്മു കുൽസൂം ഒറ്റക്കാൻ. റുഖിയ ബീവി ഭർത്താവായ ഉസ്മാന്റെ കൂടെയാണ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെയാണ്. ഭർത്താക്കളില്ലാതെ വിവാഹം കഴിക്കപ്പെടാത്ത 2 മക്കളുണ്ട് വീട്ടിൽ. അല്ലാഹുവിന്റെ ഹബീബും ഒറ്റക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ക്ഷമിച്ചു അല്ലാഹുവിന്റെ ഹബീബ്. മാത്രമേ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കുമ്പോൾ അറിയാതെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോകും. മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബിന് ആ ദുഃഖം ഇങ്ങനെ തലം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ മക്കൾ ഒറ്റക്കാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളില്ല. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴാ റബ്ബിനോട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എനിക്ക് നൽകിയ ഈ പരീക്ഷണത്തിൽ അല്ലാഹുവേ ഖൈറു നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, യോജിച്ച ഇണയെ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. പുണ്യ നബിയുടെ പ്രാർത്ഥനയാണ്, ദുആയാണ്.